ആ പ്രത്യേകമായ ത്രിയേക ദൈവം എന്നുള്ള പദമോ അല്ലെങ്കിൽ ആ വിഷയം സംബന്ധിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള നിരവധി തെളിവുകളോ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ആശയക്കുഴപ്പമുള്ള ഒരു വിഷയം തന്നെയാണ് ദൈവിക തൃത്വം. So triunity or Trinity as a subject, because there is no direct mention of it directly throughout the scriptures, it often brings about lot of misunderstandings amongst us. We understand that, but we've been able to go through the scriptures in understanding from it. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചത് ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഏക ദൈവത്തെയാണ് എന്നുള്ളതാണ്. So we pondered upon the understanding that the scriptures or the Bible shows one God. എന്നാൽ ആ ഏകം എന്ന് പറയുന്നതിനകത്ത് ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത് ബൈബിളിൽ പല നിലകളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. So it is a truth which is revealed in the scriptures that in that oneness there is a plurality. നമ്മൾ അടുത്ത രണ്ടാമത്തെ ക്ലാസ്സിൽ ചിന്തിച്ചത് ദൈവത്തെ സംബന്ധിച്ചുള്ള ആ ബഹുത്വം എന്ന് പറയുന്നത് 3 വ്യക്തിത്വങ്ങൾ ചേർന്നതാണ്, അഥവാ ത്രിഏകത്വം എന്നുള്ളതാണ് എന്നും കണ്ടു. So we also pondered in the last class that the plurality in terms of understanding the God of the Bible, it is triunity, it's 3 in 1 as we understood it. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തിത്വങ്ങൾ ഏക ദൈവത്വത്തിലുണ്ട് എന്നുള്ളതാണ് തിരുവെഴുത്തിലൂടെ നാം കാണുകയുണ്ടായി. So what we understood through the scriptures is God the Father, God the Son, God the Holy Spirit. They are the 3 personalities in the triunity of God, which is one. അതിൽ തന്നെ പരിശുദ്ധാത്മാവ് എന്ന ആ വ്യക്തിയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വവും ദൈവത്വവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായത്. We happen to ponder upon the divinity of the person of Holy Spirit in the last class, and we understood it in depth. ഈ തൃത്വ നിഷേധികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ദൈവിക തൃത്വത്തെ നിഷേധിക്കുന്ന ആളുകള് ഏറ്റവും പ്രധാനമായിട്ട് ആക്രമിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരായിട്ടാണ്. So the people who do not believe in the triunity or that doctrine, the most attack that they do is on the divinity of the Lord Jesus Christ. അതുകൊണ്ട് ആ വിഷയ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യേശുക്രിസ്തു പിതാവിനോട് തുല്യനായ ദൈവം തന്നെയാണ് എന്ന് തിരുവെഴുത്തിലൂടെ തെളിയിക്കുക എന്നുള്ളത്. So one of the most important and fundamentals when we try and understand triunity is to be able to prove it through the scriptures that Lord Jesus Christ is equal to God the Father in all regards. ഇന്ന് അതുകൊണ്ട് നാം ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തു ദൈവം എന്ന് വ്യക്തമായിട്ട് ബൈബിൾ തെളിയിക്കുന്ന ചില വേദഭാഗങ്ങളാണ്. അതിലൂടെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് എന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. So today we will be pondering through the scriptures on the portions which denotes and explains about the divinity of Lord Jesus Christ, and which is also a relative understanding that he is equal with the Father. പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഞാൻ ഇപ്പോഴ് ഇന്നും എൻ്റെ വീട്ടിലല്ല, വയനാട്ടിലാണ്. ഇവിടെ പുറത്തിപ്പോൾ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റു തടസ്സങ്ങളൊന്നും സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ഉണ്ടാകാതിരിക്കാൻ വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കുക. I humbly request all your prayers as Uncle is away and he is at a place where it's raining really bad, so that there's no connections or disruptions during the meeting as we continue to sit in the presence of the Lord. ഈ തൃത്വം നിഷേധിക്കുന്നവർ പറയുന്നത് യഹോവ ദൈവമാണ് അഥവാ പിതാവ് ദൈവമാണ്, എന്നാൽ യേശുക്രിസ്തു ഒരു കുട്ടി ദൈവം അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഗോഡ് എന്നുള്ള നിലയിൽ മാത്രമാണ് അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. So the people who actually do not believe or are against the understanding of triunity, they say Jehovah God, which is God the Father, that's fine, but Lord Jesus Christ to them is like an assistant God. നാം കഴിഞ്ഞ ആഴ്ച നോക്കിയ ഒരു വേദവാക്യം പഴയ നിയമത്തിൽ നിന്ന് ഒന്നുകൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം.
So last week, that which we pondered, we'll go back to that particular portion of scriptures, that is Isaiah chapter 9 and verse 6. അത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ അഥവാ ജനനത്തെ കുറിച്ചുള്ള ഒരു പ്രവചനവാക്യമാണ്. This is a prophecy of the Lord Jesus Christ to be incarnated into the world. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. So this is how we read it. For unto us a child is born, unto us a son is given, and the government will be upon his shoulders. His name will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. ഈ വാക്യത്തിലൂടെ കഴിഞ്ഞ ആഴ്ച നാം കണ്ട ഒരാശയം ഞാൻ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കയറാം. I want to reiterate an understanding that we got from this verse last time, and then we'll move ahead. യേശുക്രിസ്തുവിനെ ദൈവിക തൃത്വത്തിൽ പുത്രൻ എന്ന നിലയിലാണ് വിശേഷിപ്പിക്കുന്നത്. Here, in the triunity of God, Lord Jesus Christ is addressed as the Son. അതുകൊണ്ടാണ് നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. That is the reason why we say God the Father, God the Son, and God the Holy Spirit. പ്രത്യേകിച്ച് ആ പുത്രൻ എന്നുള്ള നിലയിൽ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്നിങ്ങനെ രണ്ട് നിലകളിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നതും കാണാം. So in the New Testament, when you say that, we see that the Lord, as Jesus Christ, has been addressed as a Son of God and Son of Man, in different ways and different portions of Scripture. പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ട പുത്രനായി എന്നുള്ള ആശയത്തിലല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. So when you say son, it does not mean that he is born of the Father. The Bible does not give you an understanding about that, about the Lord Jesus Christ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നത് പോലെ പുത്രൻ എന്നുള്ള ഒരു വിശേഷ നാമം യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുകയാണ്. So as you read in Hebrews chapter 1, son is a special noun or a special name which is given to the Lord Jesus Christ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഏകജാതനായ പുത്രൻ, ആദ്യജാതൻ എന്നൊക്കെയുള്ള നിലകളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നാം ചിന്തിക്കുന്നുണ്ട്. So when we see that Lord Jesus Christ is also being addressed in certain places, the only begotten and the firstborn, we will come to that at some point in time. അങ്ങനെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ തന്നെ നാം ഇപ്പോൾ വായിച്ച യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പിതാവ് എന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നു. So in Isaiah chapter 6, as we read that it mentions about Jesus Christ and as a child or a son, it also addresses him as an everlasting Father. ആ നിലയിൽ പിതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന അതേ വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഒരു വാക്ക് പറയുന്നത് വീരനാം ദൈവം എന്നാണ്. And then he, in that same verse, when it says everlasting Father, it also mentions as mighty God. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൈറ്റി ഗോഡ്, അത് തന്നെ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വത്തെ വ്യക്തമാക്കുന്ന ഒരു പ്രയോഗമാണ്. So the mention of him as mighty God proves his complete divinity. യേശുക്രിസ്തു ഒരു അസിസ്റ്റന്റ് ഗോഡ് എന്നൊക്കെ ഉള്ള നിലകളിൽ തൃത്വനിഷേധികൾ പറയുമ്പോൾ ഈ വാക്കിന് അല്ലെങ്കിൽ ഈ വിശേഷണത്തിന് അവർ മറുപടി പറയുവാൻ കടപ്പെട്ടിട്ടുണ്ട്. So if at all anybody who is against the understanding of the triunity or goes against, they need to be able to give a very reasonable answer for the mentioning of the Lord Jesus Christ as mighty God in this verse. ഇത് പിതാവായ അല്ല യഹോവയായ ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് വീരനാം ദൈവം എന്നുള്ളത്. Mighty God is the same name that is being used for Jehovah the Lord, God the Father, and being used as the same name to be addressed him as well. ഈ യെശയ്യാ പ്രവചനത്തിന്റെ തൊട്ടടുത്ത അധ്യായം 10-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ വായിച്ചാൽ Isaiah chapter 10 and verse 21, if we read, അവിടെ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ശേഷിപ്പ് മടങ്ങി വരും എന്ന് പറഞ്ഞിട്ട് പറയുന്നു, യാക്കോബിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും. See, when it talks about Israel and his remnants to come back, it reads like this: the remnant will return to the remnant of Jacob, to the mighty God.
അവിടെ ഇസ്രായേലിന്റെ ഒരു ശേഷിപ്പ്, അത് മറ്റൊരു പ്രവചനമാണ്. ആ ശേഷിപ്പ് മടങ്ങി വരുന്നത് യഹോവയുടെ അരികിലേക്ക്, അല്ല ദൈവത്തിന്റെ അരികിലേക്ക് എന്ന് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും വീരനാം ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ്. See here, the remnant of Jacob or Israel, it is coming back, and the usage here is mighty God, which is the same usage that we found in the previous chapter. അത് 24-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്. Psalms 8 and verse 24 we read as well. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. So there we see who is the mighty one. It is the Lord God Jehovah is what we read there. അപ്പൊ അവിടെയും യഹോവയെ കുറിച്ച് പറയുന്നിടത്ത് ബലവാനും വീരനുമായ യഹോവ എന്നാ പറഞ്ഞിരിക്കുന്നത്. There again, he is a mighty and a great God is what we read over there in that chapter as well. അപ്പം യഹോവയായ ദൈവത്തെ കുറിച്ച് മൈറ്റി ഗോഡ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇതേ തിരുവെഴുത്ത് യേശുക്രിസ്തുവിനെയും വിശേഷിപ്പിക്കുന്നു. He is the mighty God. So when the scripture is denoting God the Father or describing him as the mighty God, it is the same usage that is being used for the Lord Jesus Christ as well. അപ്പൊ പിതാവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ വിശേഷണം തന്നെ പുത്രനെ കുറിച്ചും പറയാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ വ്യക്തമായ ഒരു തെളിവ് തന്നെയാണ്. The usage or the special addressal which is given to the Father, when it is again used for the Lord Jesus Christ, it goes on to prove the divinity of Lord Jesus Christ. നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗം അവിടെ കാണാൻ കഴിയും. Gospel of John chapter 1 and verse 1, we again find a usage which proves the divinity of the Lord Jesus Christ. അവിടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് ഒരു പ്രത്യേക ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. വചനം, ദ വേർഡ് എന്ന ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. See, it starts in saying, in the beginning, the word. The word is the title given to the Lord Jesus Christ. നമുക്കറിയാം യോഹന്നാൻ തന്റെ എഴുത്തുകളിൽ മാത്രമാണ് യേശുക്രിസ്തുവിന് വേർഡ് എന്ന ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. It is only the Apostle John who has written through and used the specific title as the word. അത് തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്. And it is a name that has been given to the Lord Jesus Christ, is again revealed in the book of Revelation. തന്നെയല്ല, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ തന്നെ സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തം. And it is very specifically clear in Gospel of John chapter 1 and verse 4, and it says the word became flesh and dwelt amongst us and beheld his glory. Again proves the point of the divinity of Lord Jesus Christ. That's John 1:14. അവിടെയാണ് നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. You find that the reference is Gospel of John chapter 1 and verse 14. അപ്പൊ ആ വചനത്തെ കുറിച്ച് അഥവാ യേശുക്രിസ്തുവിനെ കുറിച്ച് 1-ാം വാക്യത്തിൽ പറയുകയാണ്, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. So in the first verse of Gospel John, we see that the word was with God. അപ്പം ദൈവത്തോട് കൂടെ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിലധികം ഉണ്ട് എന്നുള്ള ഒരു ആശയം നമുക്ക് ലഭിക്കുന്നുണ്ട്. So when it says with God, he was with God, it gives you the sense that there is more than one person there. അപ്പം ദൈവം അവിടെ ഉണ്ട്, God is there, ആ ദൈവത്തോട് കൂടെ വചനവും ഉണ്ട്. and with the God, the word is also there. എന്നിട്ട് അടുത്ത വാചകം പറയാണ്, ആ വചനം ദൈവമായിരുന്നു. And that the continuation of that first verse, it says the word was God. അവിടെ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് തന്നെ അവിടെ വെളിപ്പെടുത്തുകയാണ്. And there again it shows and proves that the Lord Jesus Christ himself is God. അവിടെ നമ്മുടെ ബൈബിളിൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് the word was with God and the word was God എന്നാ. So English as we read, it is word was with God and the word was God. എന്നാൽ ബൈബിളിലെ ചില ഭാഗങ്ങൾക്കൊരു തിരുത്തലുകളൊക്കെ വരുത്തിയാണ് യഹോവ സാക്ഷികൾ അവരുടെ പുസ്തകം രചിച്ചിട്ടുള്ളത്. And the Jehovah's Witnesses happens to change certain portion of scriptures, and that's how they have their Bible. ഈ തൃത്വവും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്വവും ഒക്കെ
നിഷേധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് തന്നെയാണല്ലോ യാഹോവ്സ് വിറ്റ്നസസ്. And Jehovah Witnesses are somebody who, denounces the triunity or, Lord Jesus Christ in that way. അവരുടെ പുസ്തകത്തിൽ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് the word was with God and the word was a God. So in their Bible, it says the word was with God and the word was a God. അപ്പൊ എന്ന് പറഞ്ഞാൽ വചനം ഒരു ദൈവമായിരുന്നു എന്നവർ പറയുമ്പോൾ പല ദൈവങ്ങൾ ഉള്ളതിൽ ഒരു ദൈവം എന്ന് പറയുക. So when they use that term as a God, that denotes the understanding that amongst many God is just one God. അപ്പൊ അവർ ആ വാക്യത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയായ ദൈവം ഏക ദൈവം, എന്നാൽ പിന്നീട് പല കാര്യങ്ങൾക്ക് ചില സൃഷ്ടികൾ നടത്താനൊക്കെ ആയിട്ട് അതുപോലെ പല പർപ്പസിൽ പല ചെറിയ ചെറിയ ദൈവങ്ങളെ വെച്ചിട്ടുണ്ട്, അതിലൊരു ദൈവം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. So the explanation by the Jehovah Witnesses to this reference is Jehovah the Lord is the only God, and then for different purposes, for creation, for other things, there are these assistants or the small gods. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ പല ദൈവങ്ങളിൽ ഒരു ദൈവമെന്നല്ല, the word was God എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ആണ് ദൈവം എന്നുള്ള ആശയം തന്നെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. So here he is not one amongst many gods. When the scripture so profoundly says that word was God, it talks about the Lord Jesus Christ himself being God. നമുക്കറിയാം, പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാര് പത്രോസ് തോമസിനോട് പറഞ്ഞിട്ട് ആദ്യം തോമസ് അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. We know about the resurrected Lord Jesus Christ when the disciples spoke and Thomas was reluctant to believe that. പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തോമസ് പറയുന്നത് എന്താ? യോഹന്നാൻ 20:28 നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. So when he saw the resurrected Lord Jesus Christ, we read as to how he addresses in Gospel of John chapter 20 and verse 28, and he says, my God, my Lord and my God. അപ്പൊ അവിടെ എന്റെ ദൈവം എന്ന് തന്നെ യേശുക്രിസ്തുവിനെ സംബോധന ചെയ്യുക. And there again he addresses Lord Jesus Christ, Thomas, as my Lord and my God. നാം റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് കുറെ കൂടെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. In Romans chapter 9 and verse 5 we read more in specifically about it. ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ. And it says who is over all, the eternal blessed God. So who it is says Christ came and it is mentioned about him. അതിന്റെ തൊട്ടുമുകളിൽ ആ വാക്യത്തിൽ യേശുക്രിസ്തു ഉത്ഭവിച്ച കാര്യം പറഞ്ഞിട്ടാണ് ഈ വാക്യം പറയുന്നത്. So it talks about the Lord Jesus Christ in that beginning verses, and then it goes on and says this culminative statement there. അപ്പം ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, അവൻ സർവത്തിനും മീതെ ദൈവമാണ്. And it says Christ came who is over all, over everything. ഇനി പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ മറ്റൊരു ലേഖനം, തീത്തോസിന്റെ ലേഖനം, വളരെ പ്രധാനമായി യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയുന്നു. And one other epistle of Paul, Apostle Paul, is the book of Titus, and there again it talks about the divinity of Lord Jesus Christ. 2-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അപ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഹീസ് ദ ഗ്രേറ്റ് ഗോഡ്, മഹാദൈവം എന്ന്. So there again in verses 11, chapter 2 of Titus and verse 11, for the grace of God that brings salvation has appeared to all men, teaching and denying all ungodliness. Is it 12-ാം വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. Yeah, looking for the blessed hope and the glorious appearing of our great God and Savior Jesus Christ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ ഗ്രേറ്റ് ഗോഡ് എന്ന് തന്നെ വിശേഷിപ്പിച്ചിരിക്കുക.
Again, usage for the Lord Jesus Christ is the great God here in this portion. It's verse 13, Hebrews 2. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയപ്പോൾ ആരംഭിച്ചത് തന്നെ വചനം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. And the Apostle John, when he starts the Gospel of John, he says as word being God, and he moves on in that way. താന് ലേഖനങ്ങൾ എഴുതിയപ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലാകുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. And in 1 John chapter 5 and verse 20, we read about him in this way. And we know the Son of God has come and given us an understanding that we may know who is true, and we are in him who is true, who is his Son Jesus Christ. യേശുക്രിസ്തുവിനെ കുറിച്ചും അവിടെ സത്യദൈവം എന്ന് പറഞ്ഞിരിക്കുക. And again about the Lord Jesus Christ, it is mentioned as true God. ആ വാക്യം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ പിതാവിനെ കുറിച്ചും സത്യദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത വാചകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചും സത്യദൈവം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. And see, in the latter portion of that, we see we are in him who is true, which talks about God the Father, and it says in his Son Jesus Christ, that is true again. So it is the same usage being used for Father and the Son. പത്രോസിന്റെ ലേഖനം നമ്മൾ നോക്കിയാൽ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില്, and if you come to 2 Peter chapter 1 and verse 1, അതിന്റെ 2-ാം വാക്യമാണ് മലയാളത്തില്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. Grace and peace be multiplied to you in the knowledge of God and of Jesus Christ our Lord. അവിടെ God and Jesus Christ of our Lord ആ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Again, it says the knowledge of God and of Jesus our Lord. ഞാൻ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ. And it says in the first verse, the latter portion, to those who have obtained the precious grace with us by righteousness of God and Savior Jesus Christ. യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് God and Savior Jesus Christ. So again, the usage when it is addressed about the Lord, it says God and Savior Jesus Christ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാണ്. God and Savior Jesus Christ എന്ന് പറയുമ്പോൾ ദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തു എന്ന് തന്നെ അവിടെ പറയുകയാണ്. English is pertinently more clear. It says God and Savior, so it gives that attributes to the Lord very specifically. ഈ വാക്യങ്ങളിലെല്ലാം ഡയറക്റ്റ് ആയിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. And all these verses that we pondered until now, it all talks about the divinity, and it proves the divinity of the Lord Jesus Christ. നാം ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. Let's come to the last book of the Bible, the book of Revelation. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, chapter 1 and verse 8. അവിടെ കർത്താവ് പറയുന്ന വാക്കുകളാണ്, This is what the Lord Jesus Christ states. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. And it says, I am the Alpha and the Omega, the beginning and the end, says the Lord, who is, who was, and who is to come, the Almighty. The Almighty God എന്ന് ആര് പറയുകയാണ്? വെളിപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ പറയുക, ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അപ്പം ക്രിസ്തു തന്നെ പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. See, it says the Almighty God. So the starting of the book of Revelation, it gives you the specifics that it is a revelation of the Lord Jesus Christ, and he is saying that I am the Almighty God. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെ കാണാൻ കഴിയും. We see the same thing at the latter portion of the same book, which is Revelation chapter 19 and verse 6. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭാവികാല സംഭവങ്ങളുടെ ഒരു നിവൃത്തിയായി 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്ന ആ രംഗമാണ് നാം കാണുന്നത്.
So we see what is going to happen in the future, and it talks just before the millennium reign, it talks about this. അവിടെ യേശു ക്രിസ്തു രാജാവായി ഭരണം ഏറ്റെടുക്കാനായിട്ട് പോകുകയാ. അടുത്ത 1000 And, വർഷത്തേക്ക് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അക്ഷരീകമായി ഭരിക്കാൻ പോകുകയാ. and the Lord Jesus Christ is going to reign over the next 1,000 years, sitting on the throne of David. നമ്മൾ സാധാരണ ബൈബിളിൽ ഹല്ലേലൂയ എന്നൊരു പദം പലയിടത്ത് കാണുന്നുണ്ട്. We normally find many places a term or a usage of hallelujah. എന്നാൽ ആ വാക്ക് ഇതിന്റെ മൂലഭാഷയിലാണ് ഹല്ലേലൂയ എന്നുള്ള നിലയിൽ തിരുവെഴുത്തിൽ ആവർത്തിച്ച് കാണുന്നത്. And we see that this is from the root language that this verse has been taken and that has been repeated. നമ്മള് ഈ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ് മലയാള ബൈബിളിൽ ഹല്ലേലൂയ എന്ന വാക്ക് അതേ നിലയിൽ കാണുന്നത്. And in Malayalam Bible, this is the verse where we see that hallelujah is in that same phrase being used. അത് 4 പ്രാവശ്യം നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. And we see that being used 4 times in the same chapter. അപ്പൊ ഹല്ലേലൂയ എന്ന പദം അങ്ങനെ തന്നെ നമ്മുടെ ബൈബിളിൽ കാണുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ് 4 പ്രാവശ്യം. And hallelujah as a term being used in the Bible, you find that in this particular chapter, and that also 4 times. ഇതിൽ യേശു ക്രിസ്തു രാജത്വം ഏറ്റിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞാണ് ആ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. And whenever where it's mentioned about the Lord Jesus Christ going to take that reign, it starts off saying hallelujah. 19-ാം അധ്യായം 6-ാം വാക്യം, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. It's a latter portion of verse 6 in English. It says hallelujah, the Lord God omnipotent reigns. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടതനുസരിച്ച് പഴയ നിയമത്തില് യെശയ്യാ പ്രവാചകൻ യേശു ക്രിസ്തു വീരനാം ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. And as what we have been understanding in Isaiah chapter 9 and verse 6, we see Lord Jesus Christ being addressed as the mighty God. യോഹന്നാൻ തന്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ ആയിട്ട് യേശു ക്രിസ്തു ദൈവം എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ അനേക ഭാഗങ്ങൾ കാണുന്നുണ്ട്. So in Apostle John, in his Gospels and in the other epistles, he has directly addressed or mentioned about the Lord Jesus Christ as being God. വചനം ദൈവമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. He also used that specific title, the word for the Lord Jesus Christ. സത്യദൈവം എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. And he has been said that the Almighty God has been addressed as well. സർവശക്തനായ ദൈവമെന്നും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. And he's been mentioned as the Almighty, the Almighty God. അപ്പം യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ തന്റെ എഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. So the prophet Isaiah mentions this, the Apostle John through his Gospel and the other books as well, he's mentioned about it. നമ്മളിപ്പോ റോമാലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും ഒക്കെ കണ്ടു, പൗലോസ് അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. And Apostle Paul through the book of Romans and Titus also very explicitly mentions about the Lord Jesus Christ and his divinity. പത്രോസ് തന്റെ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറഞ്ഞതും നമ്മൾ വായിക്കുകയുണ്ടായി. Apostle Peter in his book also mentions about the divine nature of the Lord Jesus Christ. യേശുക്രിസ്തു താൻ തന്നെ തന്റെ ദൈവത്വത്തെ കുറിച്ച് പറഞ്ഞതും വെളിപ്പാട് 1:8 നാം കാണുകയുണ്ടായി. Lord Jesus Christ himself making that statement of proclaiming about his divinity. We read that in Revelation chapter 1 and verse 8. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് പിശാച് വന്ന ആ രംഗത്ത് കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന മറുപടി പറയുന്നത്. And we see the place where the Lord was being tested, and in that place the Lord makes that statement back to Satan, stating, you shall not tempt Lord your God. അപ്പം കർത്താവ് തന്നെ പറയുകയാണ് പിശാചിനോട്, ഞാൻ നിന്റെയും ദൈവമാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ ഉറപ്പിക്കുക. And there again he makes that indirect statement and proclaims that I am the Lord over you and God over you, and you shall not test.
അപ്പൊ ഇങ്ങനെയെല്ലാം നിരവധി തെളിവുകൾ നമുക്ക് യേശുക്രിസ്തു ദൈവം എന്ന ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതായി തിരുവെഴുത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. And through the scriptures, we see in many places which talks about the divine natures, the direct application or the call out him being the divine God. നമുക്കറിയാം തിരുവെഴുത്തിൽ നമ്മുടെ കർത്താവ് പിതാവിനെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. And we see as to how the Lord Jesus Christ addresses God, the God the Father as God. എന്നാൽ തിരിച്ച് പിതാവ് പുത്രനെയും ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. And reverse way as to how the God the Father addresses Lord Jesus Christ as the Father, you can find that in Hebrews chapter 1 and verse 8. അത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. അവിടെ പിതാവ് പറയുകയാണ്, ദൈവമേ, അതിന്റെ തൊട്ടുമുകളിൽ പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്ന് പറയുക. And see there, this is a quotation that is taken from the Old Testament, and it reads like this: but to you, the Son, he says, your throne, O God, is forever and ever, a specter of righteousness in the specter of your kingdom. അപ്പൊ പിതാവാണ് പുത്രനെ വിളിക്കുന്നത്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. Here is a father addressing the Son, the Lord Jesus Christ, as, O God, your throne. ഇങ്ങനെല്ലാം വളരെ വ്യക്തമായി മൈറ്റി ഗോഡാണ്, സർവശക്തനായ ദൈവമാണ്, സർവത്തിനും മീതെ ദൈവമാണ്, സത്യദൈവമാണ്, പിതാവ് പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നു. ഇതെല്ലാം തെളിവുകൾ തിരുവെഴുത്തിൽ കിടക്കുമ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവം എന്നുള്ളത് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. So through the scriptures, where you have so much of evidence and mentioning, it is not hard for us to believe and understand the complete divinity and complete true God in Christ Jesus. മറ്റൊരു വാക്യം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യം. Another verse, Acts of the Apostles chapter 20 and verse 28. അവിടെ പൗലോസ് കുറച്ച് എൽഡേഴ്സിനെ വിളിച്ച് അവരുടെ ചില ശുശ്രൂഷകളെ കുറിച്ചുള്ള പ്രബോധനം കൊടുക്കുന്ന ഭാഗമാണ്. This is a portion where Apostle Paul is calling certain elders and exhorting them about their duties. അതിന് 28-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. So listen to this carefully. It says, therefore take heed to yourself and to all the flocks among which the Holy Spirit has made you overseers, the shepherd of church of God, which he purchased with his own blood. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സഭയെ മേയിപ്പാൻ എന്ന് പറയുമ്പോൾ സഭ ആരുടെയാണെന്ന് അവിടെ പറയുന്നു. So it says to oversee the church of God. It says whose church it is. അത് ദൈവത്തിന്റെ സഭയാണ്. The church belongs to God. So it's a church of God. അപ്പൊ ദൈവം തനിക്ക് അങ്ങനെ ഒരു സഭയെ സമ്പാദിച്ചത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നു. And then it says, how did he brought that church to himself? താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. And then he says he has purchased with his own blood his church, which is the church of God. അപ്പം ദൈവസഭയെ ദൈവം സമ്പാദിച്ചത് തന്റെ സ്വന്തം രക്തം കൊടുത്താണ് എന്നാ വാക്യം പറയുക. That word is specifically denoting to say that God has shed his own blood to purchase his church to himself. നമുക്കറിയാം, ഒരു സഭയെ സമ്പാദിക്കാനായിട്ട് പിതാവ് അല്ല കാൽവറിയിൽ മരിച്ച് രക്തം ചൊരിഞ്ഞത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ആ കർത്താവിനെ തന്നെയാണ് ഇവിടെ ദൈവം എന്ന് വ്യക്തമായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. We understand God the Father is not the one who shedded his blood on the cross of Calvary. It here, when it says about God, it is very clearly mentioned about the Lord Jesus Christ himself as God. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയുമ്പോൾ പിതാവിനോട് സമനായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു വാക്യമാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. And Philippians chapter 2 and verse 6 is another portion which clearly says the equality between God the Father and God the Son, the Lord Jesus Christ.
അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ താഴ്ചയെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുകയാണ്. And there it says, we know this, who being in the very form of God did not consider it robbery to be equal with God, but made himself of no reputation. We see the humility or the humbleness of the Lord Jesus Christ down in that latter portion. അപ്പൊ നമ്മെ രക്ഷിക്കാനായിട്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ എടുത്ത താഴ്ചയെ കുറിച്ച് അവിടെ വർണ്ണിക്കുന്നു. So when the Lord Jesus Christ came on to this earth to save us, the humility or the way he came down is what is mentioned over there. അപ്പൊ അവിടെ പറയുക താൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്. It says he was in the being in the form of God. എന്നാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. But he did not consider it to be robbery to be equal with God, but made himself of no reputation, taking the form of a bond servant. അവിടെ ഒരു ചെറിയ സംശയം ചിലർക്ക് ഇങ്ങനെ തോന്നാം. So people can have a small doubt there. അവൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്. He was in the form of God. എന്നാൽ ആ ദൈവരൂപം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ദൈവരൂപത്തിൽ ഇരുന്നിടം വേണ്ടെന്ന് വെച്ച് മനുഷ്യത്വവും കൂടെ എടുത്തു, അല്ലെ ദാസത്വവും കൂടെ എടുത്തു, താഴ്ന്നിറങ്ങി വന്നു എന്ന് ചിന്തിക്കാം. We might think that he has, in the form of God, meaning that he might have given up that divine nature of his and then he has taken the form of a bond servant. We might think in that manner. എന്നാൽ അങ്ങനല്ല. യേശുക്രിസ്തു മനുഷ്യത്വം എടുത്തപ്പോൾ ദൈവത്വം ഉപേക്ഷിച്ചിട്ടല്ല മനുഷ്യത്വം എടുത്തു വന്നത്. But that is not the understanding. It is not that when the Lord Jesus Christ took the form of a bond servant that he gave his divine nature up. താൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്. He was in the form of God. ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവനാണ്. He was equal with God. അത് മുറുകെ പിടിച്ച് അങ്ങനെ അവിടെ ഇരിക്കാമായിരുന്നു. He could have been in that very state like that forever. എന്നാൽ അങ്ങനെ അതും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചില്ല. ദാസരൂപം കൂടി എടുക്കുവാൻ താൻ തയ്യാറായി എന്നാണ് അവിടെ പറയുന്നത്. What it means is he did not choose to continue just in that way, in that divine nature with God, but on with that he took the form of a bond servant and came. That's what it means. അപ്പം താൻ മനുഷ്യത്വം എടുത്ത് വന്നപ്പോഴും പൂർണ്ണ ദൈവം തന്നെയാണ്. So when he came as a bond servant, he is complete and full divine God. പിന്നെ പുത്രൻ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും സംശയങ്ങൾ നമുക്ക് തോന്നാനുള്ള സാധ്യത. Many a times, because there is this title of son being used, is where we have certain misunderstandings or confusions. നമുക്കറിയാം വേദപുസ്തകത്തിൽ തന്നെ പുത്രൻ എന്നുള്ള വാക്ക് വേറെ ചില ആശയങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. So we can understand through the scriptures, the usage of son can be understood in different ways in the Bible. നമ്മൾ ബർന്നബാസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ബർന്നബാസിനെ കുറിച്ച് പറയുമ്പോഴും സൺ ഓഫ് എക്സോർട്ടേഷൻ, പ്രബോധന പുത്രൻ എന്നാ പറയുന്നത്. So when we talk about Barnabas, he is again being spoken as the son of exhortation or encouragement. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരു പേർ, ഒരു ജോഡി സഹോദരന്മാരുണ്ടായിരുന്നു, യാക്കോബും യോഹന്നാനും. അവരെ കുറിച്ച് പറയുന്നുണ്ട്, they were the sons of thunder, ഇടിമക്കൾ എന്നാ വിശേഷിപ്പിച്ചിരുന്നത്. So they were brothers in the disciples, amongst the disciples of Lord Jesus Christ, and they were being addressed as the son of thunders. അതിന്റെ അർത്ഥം പ്രബോധനപുത്രൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൺസ് ഓഫ് തണ്ടർ എന്ന് പറഞ്ഞാൽ, പ്രബോധനത്തിൽ നിന്ന് ജനിച്ച മകനെന്നോ അല്ലെങ്കിൽ തണ്ടറിൽ നിന്ന് ജനിച്ച മക്കളെന്നോ ഉള്ള അർത്ഥത്തിലല്ല എന്നുള്ളത് നമുക്കറിയാം. You see, when it says the son of encouragement or the son of thunder, it does not mean that Barnabas was born of encouragement or the others were born of thunder. That is not what it means. പിന്നെ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What does it really mean then? പ്രബോധനത്തിന്റെ സ്വഭാവം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. So a person whose character is completely filled with that encouragement or exhortation, he is called as the son of encouragement. തണ്ടറിന്റെ സ്വഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ, a person who is filled with that character of thunders, is how they are addressed as son of thunders.
അങ്ങനാണെങ്കിൽ യേശുക്രിസ്തുവിനെയും പുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുമ്പോൾ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടയാളെന്നുള്ള അർത്ഥത്തിലല്ല. So when it says the Son of God regards to the Lord Jesus Christ, it does not mean that he's born of the Father. പൂർണ്ണ ദൈവം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാ, അല്ലെങ്കിൽ ദൈവത്വത്തിന്റെ സകല ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. So the usage there is the one who is completely God, or we can put it that he has got all the attributes of God complete in him. താൻ തന്നെ പിതാവിനോട് സമനാക്കിയത് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യുക വഴി ദൈവത്തോട് സമനാക്കുകയായിരുന്നു. And we see that him addressing to God the Father, and the way that he did it, we would understand that he is equal with God the Father. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. Gospel of John chapter 5 and verse 18 we read about this mentioning. അവിടെ ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് താൻ അവകാശപ്പെടുകയാണ്. And there he claims as God has his father. അതിന്റെ അർത്ഥം താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അവകാശപ്പെടുകയാണ്. And that in making that statement, what he is saying is making himself equal with God. You see the latter portion of verse 18 there. അപ്പം ആ പുത്രൻ എന്ന പദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്നുള്ള ആശയം യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. Jewish people knew when he addresses himself as to the Son of God, what he really intends and means there. അതവിടെ എഴുതിയിട്ടുണ്ട്. താൻ ദൈവത്തെ പിതാവ് എന്ന് പറയുക വഴി താൻ ദൈവത്തോട് സമമാക്കുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. So it says in that latter portion, but also said that God was his father, making himself equal with God. So they understood this. അപ്പം താൻ പുത്രൻ എന്ന് അവകാശപ്പെടുന്നതും പുത്രൻ എന്നുള്ള ഒരു ടൈറ്റിൽ തനിക്ക് നൽകപ്പെട്ടതും ദൈവപുത്രൻ എന്നുള്ള നിലയിൽ ദൈവത്തോട് സമനാണ് എന്ന ആശയത്തിലാണ്. So when it says a title has been given as the Son, and when he says the Son of God, it is in regards that he is equal with God. ദൈവത്തിന്റെ പൂർണ്ണ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരുവൻ എന്ന അർത്ഥം തന്നെയാണ്. It means that the person who has the full character or complete attributes of God in him. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള ഒരു പ്രവചനം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അതേക്കുറിച്ച് മത്തായി 1:22 എടുത്തു പറയുന്നുണ്ട്. About the Lord Jesus Christ and his birth, there is prophecy in the Old Testament which is quoted in Gospel of Matthew chapter 1 and verse 22. അവിടെ പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. And it says that, behold, a virgin shall be with a child and bear a son, and they shall call his name Emmanuel, which is translated God with us. This is verse 23 in English. Okay. അപ്പം യേശുക്രിസ്തു അല്ലെങ്കിൽ കന്യകയിലൂടെ ആ ഒരു ശിശുവിന്റെ ജനനം നടക്കുമ്പോൾ ആ വരുന്ന ശിശുവിനെ കുറിച്ച് പറയുകയാണ്, ഒരു പേരുണ്ട് ഇമ്മാനുവേൽ. അതിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ. So there is going to be a child which is going to be born of a virgin. His name is Emmanuel, which is translated as God with us. അപ്പൊ അതെല്ലാം എന്താ വ്യക്തമാക്കുന്നത്? പൂർണ്ണ ദൈവം തന്നെ എന്നുള്ള ആശയമാണ്. So what does this all indicate? Meaning, or it all culminates to that understanding that he himself is God in all regards. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Gospel of John chapter 14 and verse 9, the Lord speaks, and that there is a statement there. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. The one who has seen me has also seen the Father. യോഹന്നാന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം 30-ാമത്തെ വാക്യം. Gospel of John chapter 10 and verse 30. ഞാനും പിതാവും ഒന്നാകുന്നു. I and my Father are one. അപ്പൊ ഇങ്ങനെല്ലാം നിരവധി വാക്യങ്ങൾ തിരുവഴുത്തിലെ എഴുത്തുകാരെ കൊണ്ട് പരിശുദ്ധാത്മാവ് അല്ല ദൈവാത്മാവ് എഴുതിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്.
So, by the leading of the Holy Spirit, many of the writers in the scriptures have been enabled to write or point out the completeness or the complete God in Lord Jesus Christ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പുത്രൻ എന്നുള്ള ആശയത്തോട് ബന്ധപ്പെട്ട് പറയപ്പെട്ടിരിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങളാണ് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. So, in regards to the title, the Son to the Lord Jesus Christ, there are certain other things which is used, which also brings about certain misunderstandings and misunderstandings about it. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ അതിലൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. In Colossians chapter 1 verses 15 onwards, you find one usage over there. നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. And he says he is an image of the invisible God, the firstborn over all creation. അപ്പം യേശു ക്രിസ്തുവിനെ ആദ്യജാതൻ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. Here the Lord Jesus Christ has been titled as a firstborn. അതുപോലെ മറ്റൊരു പ്രയോഗമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നത്. Another usage in a similar fashion is Gospel of John chapter 3 and verse 16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. So all those who believe in the only begotten Son. ഈ രണ്ട് പ്രയോഗങ്ങൾ, ആദ്യജാതനാണ് യേശു ക്രിസ്തു, ഏകജാതനാണ് യേശു ക്രിസ്തു. Lord Jesus Christ as the only begotten Son, Lord Jesus Christ as a firstborn. The two usages. ഇത് രണ്ടും വായിക്കുമ്പോൾ തോന്നാം ആദ്യമായി ജനിപ്പിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഏകനായി ജനിപ്പിക്കപ്പെട്ടവൻ. So you can feel or get an understanding that when it says firstborn, he is the first who has been given birth to, or the only son. You can get that sort of an understanding. ഇതാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന തൃത്വ നിഷേധികളായ ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. So this is one of the arguments of the ones who do not believe in the Trinity, using this particular usages for the Lord Jesus Christ. പിതാവാണ് ഏകദൈവം. And God is the only God, God the Father. ആദ്യമായി പുത്രനെ ക്രിസ്തുവിനെ ജനിപ്പിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു. And they say that only God, which is God the Father, actually gave birth, or he created the firstborn in Christ Jesus. പിന്നീടുള്ള സകല സൃഷ്ടികളും നടത്താനായിട്ട് ഒരു അസിസ്റ്റന്റ് ഗോഡ് എന്നുള്ള നിലയിൽ പുത്രനെ ചുമതലപ്പെടുത്തി. And the way that they claim is through his creation, he was an assistant God in creating everything which is in the nature. ആ വാദത്തിന് ഒരു വലിയ അപകടം ഉള്ളത്, the more dangerous part of that argument is, പിതാവ് ചില കാലങ്ങൾക്ക് ശേഷം മറ്റുള്ളവയൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി പുത്രനെ സൃഷ്ടിച്ചതാണെങ്കിൽ എന്നു മുതലാണ് പിതാവ് പിതാവായത്? So the question is, if God the Father happens to create God the Son after some period of time for creation, so when did he become the God the Father? അവ പിതാവ് എന്നുള്ള നിലയിൽ ഒരു ആരംഭമുള്ളവനാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. So if you make that as an argument, then you will have to again believe that God the Father has got a beginning to him. അപ്പം അത് ദൈവത്തിന്റെ നിത്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ആശയമായി വരികയാണ്. So if you were to concurrently believe that he has a beginning, then again the fundamental question goes, then there is a big question mark over the eternity of God. അപ്പം പിതാവ് നിത്യനാണെങ്കിൽ പുത്രനും നിത്യൻ തന്നെയാണ്. If God the Father is eternal, and that means God the Son is also eternal. പുത്രനെയും നിത്യപിതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. And as the Son is also given this title as everlasting Father. ഈ ആദ്യജാതൻ, ഏകജാതൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്പം കൂടെ വിശദമായിട്ട് ചിന്തിക്കാം. If God willing and permits, we will try and understand a bit more clarity in the usages to Lord Jesus Christ as being the firstborn and the only begotten. അത് ആദ്യമായി ജനിപ്പിക്കപ്പെട്ടവനെന്നോ ഏകനായി ജനിപ്പിക്കപ്പെട്ടവനെന്നോ ഉള്ള ആശയത്തിലല്ല.
that again the usages of those to the Lord Jesus Christ is not with the meaning that he was the first of the persons to be born or he is the only one. It is not in those regards. നമുക്കറിയാം ആ, അബ്രഹാമിന് ഇസ്മായേലും ഇസ്ഹാക്കും ഉണ്ട്. പക്ഷേ ദൈവം അബ്രഹാമിനോട് പറയുന്നത് നിന്റെ ഏകജാതനായ മകനായ ഇസ്ഹാക്ക് എന്നാ പറയുന്നത്. See, for Abraham, you see that he has got two sons, which is Ishmael and Isaac. But in regards, he says it is the only begotten son. അപ്പൊ ആ ഏകജാതനായ മകൻ എന്നുള്ളത് ഒരു പ്രത്യേക വിശേഷണമാണ്. അതാണ് യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നത്. The only begotten is a title that is been given, and that is only given to, again, that is been referred to the Lord Jesus Christ as well. അതുപോലെ ആദ്യജാതൻ എന്നുള്ളതും ഒരു വിശേഷണം എന്നുള്ള നിലയിൽ വേറെയും ചില ഭാഗങ്ങളിൽ ഉപയോഗിച്ച ദൃഷ്ടാന്തങ്ങൾ തിരുവെഴുത്തിലുണ്ട്. So the firstborn, which is used for Lord Jesus Christ, you see in the scriptures being used other places as well for illustrations. ഇസ്രായേലിന്റെ ആദ്യജാതൻ എന്ന് യഹോവ പറയുന്നുണ്ട്. And that the Lord God says that the firstborn of Israel. യോസെഫിന്റെ മക്കളിൽ മൂത്തവൻ മനശ്ശെയ, പക്ഷേ എഫ്രൈമിനെ കുറിച്ച് പറയുന്നുണ്ട് എഫ്രൈമിന്റെ ആദ്യജാതൻ. So, among the children of Joseph, Manasseh was the elder one, but about Ephraim, he says that he is the firstborn. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ അടുത്ത ആഴ്ച ചിന്തിക്കാം. ഇപ്പോൾ നമ്മുടെ സമയമായതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God willingly, we'll ponder upon this in a bit more detail in the future week. May alone his name be glorified. Thank you, brother, for the exposition